കുടിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ സാധനം ഒരുപാട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് തീറ്റിച്ചിട്ടുള്ള സാധനമാണ് ഈ പഴങ്കഞ്ഞി. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് കേട്ടോ ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം പഴങ്കഞ്ഞി കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോയെങ്കിലും ഒന്ന് മനസ്സിനെ ഞാനങ്ങ് പിടിച്ച് നിർത്താറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ മക്കൾക്ക് ഞാനൊരു ഇച്ചിരി പഴങ്കഞ്ഞി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തലേന്ന് രാത്രി ഉണ്ടാക്കിയ മീൻകറി ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു. പിന്നെ നല്ല മാങ്ങാച്ചാറും തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തേ നല്ല പോലെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് ഒരു ഉരുളയെടുത്തും കൂടെ വായിലോട്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നൊസ്റ്റു അയ്യോ എന്തൊരു ഫീലായിരുന്നെന്നറിയാവോ. നല്ല തണുപ്പും എല്ലാം ആയിട്ട് എൻ്റെ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴെങ്കിലും ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പം ഞാൻ ആ പഴങ്കഞ്ഞി ഒരു വായോട് കൂടി അവിടെ അങ്ങ് നിർത്തി കേട്ടോ. പിന്നെ ഞാൻ ദോശയാണ് കഴിച്ചത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇനിയും പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. അപ്പോൾ രണ്ടുപേരും ചട്ടിക്കകത്ത് കൈയിട്ട് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും. ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലത്തെ കാര്യം ആലോചിക്കും കേട്ടോ. ഞാൻ ഇതുപോലെ കഴിക്കുമായിരുന്നേ, ഇഷ്ടംപോലെ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം കുടിക്കുന്ന കുടി കണ്ടോ, ആരും പറഞ്ഞു കൊടുക്കണ്ട കുടിക്കാൻ കേട്ടോ, തന്നെ പൊക്കി വലിച്ച് കുടിക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ഒക്കെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം, എന്നാലല്ലേ മക്കൾക്കും ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിടിയും വലിയവായിട്ടുണ്ട്. ചട്ടി പൊട്ടിക്കുന്നതിന് മുമ്പേ ഞാൻ പോയി ചട്ടി എടുക്കട്ടോ. ഓക്കെ ബൈ.